നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ആഗസ്റ്റ് 11, 12 തീയതികളിൽ കന്നി രാശിക്ക്, കന്നി ലഗ്നത്തിനും, അതായത് ഉത്തരം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം, കന്നി രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 11 വെളുപ്പിന് 4:43 AM മുതൽ ഓഗസ്റ്റ് 13 രാവിലെ 6:06 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. 8 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കന്നി രാശിക്ക് അത്യധികം ഗുണാധിക്യമാണ്. അപ്പോൾ കന്നി രാശിക്ക് മാത്രമല്ല, കന്നി ലഗ്നത്തിന്. അപ്പോൾ കന്നി രാശിയാണ് നിങ്ങളെങ്കിലും ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ നിങ്ങളുടെ മഹാദശ, അന്തർദശ, ഗ്രഹങ്ങളുടെ സ്ഥിതി, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ലഗ്നാധിപൻ ശക്തനാണോ, എവിടെ നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്, തിരക്കാണ്. വാട്സാപ്പ് നമ്പർ 9847291363. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ പ്രധാനപ്പെട്ട നല്ല ദിവസങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുന്ന ഒരു രീതി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്, അതും ചെയ്യുക. അപ്പോൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ 8 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ശനി മാത്രമാണ് പ്രതികൂലം. ശനി 7ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നോക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട്, അതായത് ജീവിത പങ്കാളിയായിട്ടും മറ്റ് ഓപ്പോസിറ്റ് സെക്സുമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരുതലെടുക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ. പ്രധാനമായിട്ടും ഇവരുടെ 11ാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും കൂടി ചേർന്ന് ഗജകേസരി യോഗം രൂപീകരിക്കുന്നു. അപ്പോൾ ഗജകേസരി യോഗം ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് കന്നി രാശിക്കാണ്. അപ്പോൾ ചന്ദ്രയുടെ സ്വക്ഷേത്ര ബലവാനാണ് കർക്കിടക രാശിയിൽ. അപ്പോൾ അതുമാത്രമല്ല, ഉച്ചരാശിയിലാണ് വ്യാഴവും, ഹംസയോഗമുണ്ട്. അപ്പോൾ അങ്ങനെ അതിശക്തമായ ഗജകേസരി യോഗം ഇവരുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്, ഏറ്റവും നല്ല സ്ഥാനത്ത് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും അത്യധികം അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളിലൂടെ നിങ്ങൾക്ക് നേട്ടം, ധനനേട്ടം മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവിടെ ശുക്രൻ, ചൊവ്വ, ചന്ദ്രൻ, വ്യാഴം, സൂര്യൻ ഇവയെല്ലാം അനുകൂലമാണ്. ഓക്കെ, ആകെ മൊത്തം ഒരു 8 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ശനിയാഴ്ച നമ്മൾ വ്രതമെടുക്കുക. ശനി പ്രതികൂലമായതുകൊണ്ട് വ്രതമെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശിവന് ജലധാര, ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, അതുപോലെ തന്നെ ശനിക്ക്, അതായത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന ഇതൊക്കെ നടത്തുക. ശനിദോഷം മാറിക്കിട്ടും. അപ്പോൾ ഇവർക്ക് ഏതാണ്ട് എല്ലാ ഗ്രഹങ്ങളും, മുഴുവൻ ഗ്രഹങ്ങളും അനുകൂലമാണ്. തൊഴിൽ ഭാഗ്യം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം. കാര്യം സൂര്യനും ബുധനും 11ാം ഭാവത്തിൽ തന്നെയാണ്. ചതുർഗ്രഹ യോഗം നിങ്ങളുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരികയാണ്. വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, കൂടാതെ ശുക്രനും ബുധനും അനുകൂലമായതുകൊണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാകും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാകും. അത് ചന്ദ്രൻ, വ്യാഴം,
സൂര്യൻ, ബുധൻ, ചൊവ്വ, സർപ്പം, ശിഖി, ശുക്രൻ, അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം ഈ അവസരം വിനിയോഗിക്കുക. ഓക്കെ, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ സൂര്യനും ചൊവ്വയും അനുകൂലമായതുകൊണ്ട് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിതൃസ്വത്ത് നേരത്തെ കിട്ടിയവർക്ക് അതിൻ്റെ ഭൂമി വിൽപ്പന വഴിയോ അല്ലെങ്കിൽ കൃഷി വഴിയോ അതല്ലെങ്കിൽ പണയം വെച്ച് ലോൺ എടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഒക്കെ കന്യരാശിക്ക് വരികയാണ്. അതായത് വലിയൊരു സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്ര നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ, ഈ ഭാഗ്യങ്ങളൊക്കെ. ഓക്കെ, അല്ലാതെ ഞങ്ങളിവിടെ ഇരുന്ന ഇടിവെട്ട സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മന്ത്രജപങ്ങൾ, അതുപോലെ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുക, അങ്ങനെ നിരവധി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. പിന്നെ തീർച്ചയായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. അത് ദാമ്പത്യ ജീവിതമായാലും പ്രേമബന്ധമായാലും തൊഴിൽപരമായിട്ടുള്ള ബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും എല്ലാ തരത്തിലും ബന്ധങ്ങൾ അതിൻ്റെ പാരമ്യതയിൽ എത്തും, അതിൻ്റെ ഗുണഫലങ്ങളിൽ. ഓക്കെ, അതുമാത്രമല്ല സമൂഹത്തിൽ ഉന്നതരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാനും അവർ വഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അതുപോലെ ഭൗതിക സുഖങ്ങൾ, വീട്, വാഹനം, ഇതൊക്കെ ഭാഗ്യത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നു. പുതിയൊരു വാഹനം വാങ്ങിക്കാം, പുതിയൊരു വീട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഉള്ള വീട് തന്നെ പുതുക്കി പണിയാം. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അത് എൻ്റെ കൂടെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും നിങ്ങൾ ശോഭിക്കും. നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് കിട്ടപ്പെടും. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും അവസരമൊരുക്കും. അതുപോലെ തന്നെ മക്കൾക്ക്, ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയുണ്ടാവും. വലിയ മക്കളാണെങ്കിൽ അവർ വഴി എല്ലാ തരത്തിലുള്ള നേട്ടവും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഭക്ഷണസുഖം, ശയനസുഖം, അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ അടിപൊളി സംഭവമാണ് കന്നിരാശിക്ക്. പിന്നെ നിങ്ങളുടെ മഹാദശ, അന്തർദശ ഇതൊക്കെ അനുകൂലമായാൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്, നിരവധി അനുഷ്ഠാനങ്ങളുണ്ട്. അതുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.